കൊമ്പനെ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കിലെ ജനവാസ മേഖലയിലെ കിണറിൽ വീണ കാട്ടുകൊമ്പനെ 22 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ വനപാലകർ പുറത്തെത്തിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1 കൂരങ്കൽ സ്വദേശി സണ്ണിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ കൊമ്പൻ വീണത്. ബുധനാഴ്ച രാത്രിയാണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തിയത്. ഇവയെ കാട് കയറ്റുവാൻ പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും നാട്ടുകാർ ശ്രമിച്ചു. ഇതിനിടെയാണ് ആനകളിലൊന്ന് കിണറിൽ വീണത്. തുടർന്ന് വനപാലകരെത്തി ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ ശ്രമം നടത്തിയെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു. കിണറിൽ നിന്നും കയറ്റിയാൽ ആനയെ ഈ മേഖലയിൽ തന്നെ വിട്ടയക്കുവാൻ സമ്മതിക്കില്ലെന്ന തീരുമാനത്തിൽ പ്രദേശവാസികൾ ഉറച്ചുനിന്നു. ഇതോടെയാണ് 25 അടി താഴ്ചയുള്ള കിണറിൽ 22 മണിക്കൂർ വെള്ളവും ഭക്ഷണവുമില്ലാതെ ആന കുടുങ്ങിക്കിടന്നത്. നിലമ്പൂർ സൗത്ത് നോർത്ത് ഡിഎഫ്ഒമാരുടെ നേതൃത്വത്തിൽ പലതവണ പ്രദേശവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. സബ് കളക്ടർ അനുപമ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി വീണ്ടും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഇതിനിടെ പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി. രാത്രി 7ഓടെ വെറ്റിലപ്പാറ പള്ളിയിലെ വികാരി, തഹസിൽദാർ, സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നിബന്ധനകൾ വച്ച് സമവായത്തിന് തയ്യാറായത്. കിണറ്റിന്റെ ഉടമ സണ്ണിക്ക് 1.5 ലക്ഷം രൂപ നൽകുക, ആനയെ കുങ്കിയാനയെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് എത്തിക്കുക, ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ച് വേലി നിർമ്മിക്കുക തുടങ്ങിയ നിബന്ധനകളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വച്ചത്. ഇത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജനങ്ങളോട് വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. രാത്രി 8ഓടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശത്ത് കുഴിയെടുത്താണ് ആനയെ പുറത്തെത്തിച്ചത്. തുടർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ സമീപത്തെ വനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന് നോർത്ത് ഡിഎഫ്ഒ പി കാർത്തിക് പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.